ഹായ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ മോൻ ചെറിയ ഭാവിയായിട്ടുള്ള സമയത്ത് നമ്മൾ അവൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും എല്ലാം ചെറിയ പ്രിൻ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിന്. ഞാൻ ക്ലേ ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ചെടുത്ത് പരത്തി നല്ല ഇതാക്കിയിട്ട് അതിനകത്താണ് ഞാൻ അവൻ്റെ കൈയിൻ്റെയും കാലിൻ്റെയും പ്രിൻ്റ് എടുത്ത് വെച്ചത്. അപ്പം ഞാനത് നല്ല സെറ്റാക്കി വെച്ചത്. പിന്നെ ആ കുട്ടികളെല്ലാം ഇങ്ങനെ വണ്ണം വെച്ചതിന് ശേഷം അതെല്ലാം എടുത്ത് പൊട്ടിച്ച്. അപ്പം അത് കൂടുതൽ നശിച്ച് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാനതെടുത്തിട്ട് ഇപ്പോൾ റെസിൻ ആർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്ത് വെച്ചത്. പക്ഷെ അവർ കുറേ സൈഡെല്ലാം ഇതുണ്ട് ഇങ്ങനെ പൊട്ടിപ്പോയി. പിന്നെ ഇതേപോലെ കൈയിൻ്റെത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ കുട്ടികൾ ഇതാ ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഫുൾ പൊട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ അതെല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ട ഇതിൻ്റെ ഗോൾഡൻ സൈഡെല്ലാം പോയിന്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം ഗോൾഡൻ കളർ പെയിൻറ്റ് ഇല്ല, പക്ഷെ ബ്ലാക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൈഡെല്ലാം നല്ല വൃത്തിക്കായിട്ടൊന്ന് കളറ് കൊടുത്ത് കുറച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനിത് ഇതിന് അക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ മീഷോ ഒന്ന് ഓർഡർ ചെയ്താണ് റെസിൻ ആർട്ട് ചെയ്യുന്നത്. ഞാനിത് ഓൾറെഡി പൊട്ടിച്ചതാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് 2 ബോട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ 1 റെസിനും 1 ഹാർഡ്നറുമാണ്. ഇത് 2:1 എന്നുള്ള അനുപാതത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചു തരാം. മറ്റേത് ഞാൻ അവിടെ പെയിൻറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഉണങ്ങട്ടെ. അപ്പോൾ റെസിൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മോൾഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ഒരു കപ്പിലാണ് ഇതേപോലത്തെ ഒരു ചെറിയ കപ്പിൽ ഇതിൻ്റെ അളവ് എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ ഇതിനെടുക്കുന്നത്. ഇത് 2:1 എന്നുള്ള അനുപാതത്തിലല്ലേ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വെയിറ്റ് എടുക്കുന്ന മെഷീൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അളവ് എടുക്കുന്നത്. അപ്പോൾ റെസിന് 2:1 എന്ന അനുപാതത്തിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ റെസിനാണ് 2% ഒഴിക്കേണ്ടത്. അപ്പോൾ ഇത് 22 ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർഡ്നർ 31 ആവാം. ടോട്ടൽ 31 ആവേണ്ടത്. 32 ആയിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറേ സമയം ഇളക്കിയിട്ടുണ്ട്. വളരെ പതുക്കെയാണ് ഇളക്കേണ്ടത്. സ്പീഡിൽ ഇളക്കിയാൽ എയർ ബബിൾസ് വരും. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് ഇത് ഇളക്കുന്നത്. ഒരു 15-20 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. ഇത് ഫുൾ നല്ല വെള്ളയായിട്ടാകുമ്പോഴാണ് ഫുൾ മിക്സായി പൂർണ്ണമായും ഒരു വെള്ള കളറായിട്ടാകുമ്പോഴാണ് നമ്മൾ ഇത് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കുവാണ്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ശരിക്കുള്ളൊരു വ്യൂ കിട്ടാത്തത്. പൂർണ്ണമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കുറേ പൊട്ടിപ്പോയത്. അപ്പോൾ ഇത് തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്തതാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നത്. ഇനി ബാക്കിയും കൂടി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ ആദ്യം ഞാനിത് ഫസ്റ്റ് ലെയർ ഒഴിച്ച സമയത്ത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ആദ്യം ഇതെല്ലാം വെച്ച് ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം ഒരു ലെയറും കൂടി ഒഴിച്ച് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചെയ്ത് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് റെസിൻ ആർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക. അങ്ങനെ ഒന്നും കൂടി ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്ത് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. താങ്ക് യു.